ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭദ്രനെ തട്ടിക്കൊണ്ട് പോകുന്നെന്ന് പറഞ്ഞതുപോലെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഭദ്രന് വയർ നിറച്ച് മദ്യവും ഭക്ഷണവും ഒക്കെ കൊടുത്തു അജാസ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് രാധികയെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊന്നും ആയില്ലേ എന്നും പറഞ്ഞ് കരച്ചിലാണ് ഭദ്രൻ. അയാൾക്കൊന്നും മതിയായില്ലെന്നാണല്ലോ പറയുന്നത് എന്ന് രാധിക ചോദിച്ചപ്പോൾ അയാളൊരു വലിയ ടായം കാണുന്നു. 8 പൊറോട്ടയും 2 ബീഫ് കറിയും അതുപോലെ വയർ നിറച്ച് കള്ളും കുടിച്ചിട്ടാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം അജാസു പറഞ്ഞപ്പോൾ എനിക്കതൊന്നും ആയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭദ്രൻ ഈ പറച്ചില്ല. അപ്പോൾ ഞാൻ എവിടെയും ശബ്ദം ഉയർത്തും എനിക്ക് കിട്ടാൻ വേണ്ടിയെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അവിടെ തൊട്ടപ്പുറം ഇപ്പുറം ഇരുന്ന 2 ഗുണ്ടകൾ എടുത്തിട്ട് പെരുമാറി. രാധിക അന്നേരം പറഞ്ഞു കൊടുക്കുവാണ്, അവൻ ഇത്രയും നേരം കഴിച്ചതും കുടിച്ചതുമായ സകലതും അവനെ കൊണ്ട് തുപ്പിക്കണം. അതുകൊണ്ട് എടുത്തിട്ട് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഭദ്രനെ അവിടെ ഇട്ട് പഞ്ഞി കിട്ടുവന്മാർ വണ്ടിയിൽ വലിയ പാട്ടൊക്കെ ഇട്ട് ആരും കേൾക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഭദ്രനെ പേടിപ്പിച്ച് വിറപ്പിച്ച് കൊണ്ടുപോകുക. അയ്യോ എന്നെ കൊണ്ടുവിട്, എൻ്റെ വീട്ടിലെ ഏസി മുറിയിൽ കിടന്ന് എനിക്ക് ഉറങ്ങണം, എന്നെ വിടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നെ ഒന്ന് കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് ഈ ഭദ്രനെ. പറ്റില്ല എന്ന് പറഞ്ഞു അന്നേരം അജാസ്. അയ്യോ എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് കരച്ചിൽ. നിങ്ങളുടെ മരണം ഈ രാത്രി തന്നെ എന്തായാലും നടക്കുമെന്ന് അജാസ് അന്നേരം പറയുക. പിന്നെ എങ്ങനെ മരിക്കണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ആ മരണം അത് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചേക്കാം, എന്താ മതിയോന്ന് ചോദിച്ചു. അയ്യോ വേണ്ട, എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് കരയുമ്പോൾ ഇയാളെ നമുക്ക് ഡാമിൽ കൊണ്ടേ മുക്കിക്കൊന്നാലോ സാറേ എന്ന് കൂടെയുള്ളവർ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാമെന്നായി. അങ്ങനെ പല രീതിയിലും കൊല്ലാനായിട്ടുള്ള വഴികൾ ഇവരിരുന്ന് പറയാം. എല്ലാം പേടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഭദ്രൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ശരിയാകും, എല്ലാം പേടിയാണെന്ന് പറഞ്ഞ് ഞങ്ങളെങ്ങനെ കൊല്ലാനുള്ള കൊട്ടേഷനാണെങ്കിൽ ഞങ്ങൾ ഏറ്റും പോയി. അയ്യോ എൻ്റെ പൊന്നേ, ഞാൻ ഇനി ഒന്നും ചെയ്യില്ല, അഗ്നിയും വായുവും കഴിഞ്ഞ് ഭൂമിയാണ് ഉള്ളത്, എന്നെ ഭൂമിയിൽ വെറുതെ വിട്ടൂടെ എന്ന് ഭദ്രൻ ഇവരോട് ചോദിക്കുമ്പോൾ അതെന്തായാലും നടക്കില്ലെന്ന് പറഞ്ഞു അജാസ്. ഈ രാത്രി എന്തായാലും നിങ്ങളുടെ മരണം ഉറപ്പാണെന്നും പറഞ്ഞ് ഇങ്ങനെയിട്ട് പേടിപ്പിക്കുമ്പം അയ്യോ വേണ്ടായോ എന്നെ കൊല്ലലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭദ്രൻ കരച്ചിലാട്ടോ. അപ്പോൾ ഒന്നുമില്ലെങ്കിലും നിങ്ങളെക്കാളും പ്രായമുള്ളൊരു മനുഷ്യനല്ലേ ഞാൻ, അതെങ്കിലും നിങ്ങളൊന്ന് കണക്കാക്കണ്ടേ, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും. അപ്പോഴത്തേക്ക് അജാസ് അയാളെ എടുത്തിട്ട് ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ വെറുതെ വിടുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ പറയും തോറും ഭദ്രനിട്ട് എടുത്തിട്ട് ഇടിയും കൊടുത്തോണ്ട് ഇവർ കൊണ്ടുവന്ന് വായിൽ അവസാനം തുണി വരെ കുത്തിക്കയറ്റുന്ന രീതിയിലായി കാര്യങ്ങൾ. വായൊക്കെ പൊത്തിപ്പിടിച്ചിട്ട് എടുത്തിട്ട് കൊടുക്കുക. അങ്ങനെ അടിയിടിയും ചവിട്ടും തൊഴിയൊക്കെ കൊണ്ട് ഭദ്രൻ അവരുടെ കൂടെ ഇങ്ങനെ പോകുമ്പോൾ പിന്നീട് നമ്മുടെ ഗീതുവിനെയാണ് കാണിക്കുന്നത്. ഗീതു ആണെങ്കിൽ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി പൂജാമുറിയിൽ കയറി അവിടെ വിളക്കൊക്കെ കൊളുത്തി ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കാഞ്ചന ഇത് കണ്ടു. ആഹാ, ഇന്ന് ഗീതുപ്പാപ്പ നേരത്തെ എഴുന്നേറ്റോ എന്ന് ചോദിച്ചപ്പോൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ രേഖ അങ്ങോട്ടേക്ക് വന്നു. ആ സമയത്ത് രാധിക അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗീതുവിനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രേഖ ഇങ്ങനെ സന്തോഷത്തോടെ നോക്കും. അപ്പോഴേക്ക് രാധിക മൈൻഡ് പോലും ചെയ്യാതെ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഒരു ദിവസം പോലും എനിക്ക് പൂജാമുറിയിൽ വിളക്ക് കൊളുത്താൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്ന് ഗീതു. എപ്പടി വിളക്ക് കൊളുത്താൻ പറ്റും, ഗോവിന്ദമാമ സമ്മതിക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചന ഇത് കേട്ടപ്പോൾ രാധിക കുടിച്ച ചായയൊക്കെ വിഴുങ്ങി വിട്ടിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഒന്ന് കാഞ്ചനക്കാന്നും പറഞ്ഞുകൊണ്ട് ഗീതു രാധികയുടെ മുന്നിൽ കിടന്ന് അഭിനയിച്ച് തകർക്കുക. അപ്പോൾ ഇന്ന് ഞാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല, നാളെ തൊട്ട് ഞാനാണ് വിളക്ക് കത്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു അത് ഞാൻ ഗോവിന്ദേട്ടനോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ശരിയാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ നിൽക്കുന്നു. അത് പിന്നെ ഗീതു പാപ്പ രാവിലെ തന്നെ കുളി കഴിഞ്ഞ് പുരുഷൻ്റെ മുന്നിൽ പോയി നിന്നാലേ അശുദ്ധിയായി പോകുമെന്നൊക്കെ പറഞ്ഞ് അതെ പുരുഷന്മാർക്ക് നമ്മുടെ ഈ വാസനകളൊക്കെ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അതൊക്കെ എനിക്കറിയാൻ കാഞ്ചനക്ക, പക്ഷേ കണ്ണേട്ടൻ രാവിലെ തന്നെ യോഗ ചെയ്യാൻ പോയി, ഞാൻ കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞു. അതേലും വലിയ ഭാഗ്യമായിപ്പോയെന്ന് കാഞ്ചന. ഇതൊക്കെ കേട്ട് ഇങ്ങനെ കലികേറിയിരിക്കല്ലേ നമ്മുടെ രാധിക. ഗീതു വിട്ടുകൊടുക്കുന്നുണ്ടോ? ഗീതു ഇങ്ങനെ റൊമാൻറ്റിക് മൂഡിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ കേട്ട് കലി കയറി ആ കലി മുഴുവൻ പാവം രേഖയുടെ മേക്കിട്ട് കയറി തീർക്കുവാണ് രാധിക. ഇങ്ങനെയാണോ ചായ ഉണ്ടാക്കണേ, ഇതാണോ ചായ എന്നൊക്കെ ചോദിച്ചോട്ടെ. അപ്പോൾ ഇങ്ങനെ തന്നെയല്ലേ എന്നും ചായ ഉണ്ടാക്കുന്നത്, അപ്പോൾ ചായ ഞാനും കുടിച്ചതാണല്ലോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു രേഖയെ. മൊത്തം കുഴപ്പമാണ്, നാശം, നീ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേഖയോട് പറയുക പുള്ളിക്കാരി. ഗീതുവിനെ നോക്കും രേഖയോട് പറയും, അങ്ങനെ പറഞ്ഞ് തുള്ളിച്ചാടി അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ അമ്മയ്ക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചു നമ്മുടെ കാഞ്ചന. അപ്പോൾ അമ്മ വേറെന്തോ ടെൻഷനില്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് രേഖ അന്നേരം പറയുക.
അതൊന്നും നീ കാര്യമാക്കണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ടെൻഷൻ ഉണ്ടാവും, അന്നേക്ക് ബാംഗ്ലൂർക്ക് പോയ പ്രൊജക്റ്റ് നടന്നില്ലല്ലോ, അതിൻ്റെ ടെൻഷൻ എന്നും പറഞ്ഞ് കാഞ്ചന ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് ഗീതു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും. അപ്പോഴത്തേക്കും രേഖ ഗീതുവിന് ചായ എടുത്തു കൊടുത്തു. അങ്ങനെ ചായ കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഗീതു പറഞ്ഞു സൂപ്പർ ചായയാണെന്ന്. അപ്പോൾ തൊടുന്നതിനും പിടുന്നതിനും ഒക്കെ ഈ അമ്മ ഇങ്ങനെ കാഞ്ചനാക്കി കുറ്റം പറയാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഈ വീട്ടിൽ എങ്ങനെ മറ്റുള്ളവർക്കും ജീവിക്കാൻ കഴിയും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ തട്ടി വിടുക. അപ്പോൾ ഇനി അമ്മയുടെ ഇങ്ങനെയുള്ള കുറ്റം പറച്ചിലൊന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അതൊക്കെ പിന്നീട് ശരിയായിക്കോളൂ എന്ന് രേഖ പറഞ്ഞപ്പോൾ അമ്മയുടെ സ്വഭാവങ്ങളും അമ്മയുടെ രീതികളും ഇനി ഒരിക്കലും ശരിയാകാൻ പോകുന്നില്ലെന്നുള്ള കാര്യം പറയാം. അപ്പോൾ ഗീതു കടവുളെ ഞാനിനി ഇതെല്ലാം സഹിക്കണോ എന്നും ചോദിച്ചുകൊണ്ട് കാഞ്ചന അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വേഗം ഗീതുവിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. അപ്പോൾ പ്രിയയുടെ കോളാണ് വന്നത്. അപ്പോൾ അച്ഛൻ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നും ഭ്രാന്ത് പിടിച്ചതുപോലെ എന്തൊക്കെയോ പിച്ചും പേയൊക്കെ പറയുകയാണെന്നൊക്കെ പ്രിയ ഗീതുവിനോട് പറയുമ്പോൾ ഓ അത്ര ഉള്ളോ എന്ന് ചോദിച്ചു ഗീതു. ചില നേരത്ത് അച്ഛന് മാത്രമല്ല അമ്മയുടെ വർത്തമാനം കേട്ടാലും പിച്ചും പേയാണെന്ന് തോന്നുമെന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെയൊന്നും അല്ല ചേച്ചി, അച്ഛന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്, ഇന്നലെ രാത്രി അജാസ് വന്ന് വിളിച്ചുകൊണ്ട് പോയ കാര്യങ്ങളൊക്കെ പ്രിയ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നീ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് ഭദ്രനെയാണ്. ഭദ്രനാണെങ്കിൽ ആളും അടിമുടി അങ്ങ് മാറി. കാരണം എന്തോ മെൻ്റലാകാനുള്ള മരുന്നൊക്കെയാണ് ഈ പറയുന്ന രാധിക കൊണ്ടുവന്ന് ഈ ഭദ്രന് കുടിപ്പിച്ചത്. അങ്ങനെ മെൻ്റലായതുപോലെ ഇരുന്ന് കാണിക്കുക, വലിയ സാമിയാണെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുകയോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ വിലാസിനെ അവിടെ കിടന്ന് പൂക്കുറ്റി ഉടക്കുക. ഈ സമയത്ത് ഇതെല്ലാം നമ്മുടെ പ്രിയ കേൾപ്പിക്കുക കേട്ടോ ഗീതുവിനെ. എന്നിട്ട് ഗീതു ഫോൺ എടുത്തിട്ട് ഇങ്ങനെ വിളിച്ചു അച്ഛനോട് സംസാരിക്കാം. അതോ രാധികാമ്മ ചേച്ചിയാണോ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ ഇരുന്ന് ഇങ്ങനെയൊക്കെ ഈ ഭദ്രൻ കാണിക്കുക. അപ്പോൾ ഫോണിൽ ഇതേ നമ്മുടെ മോളാ മനുഷ്യ വിളിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് രാധിക അല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഈ വിലാസിനി. അപ്പോൾ ഏത് മോളാണ് വിളിക്കുന്നത്, പാരസെറ്റാമോളാണോ എന്നൊക്കെയാണ് ഭദ്രൻ്റെ ചോദ്യം. എങ്കിലൊരു 4 സ്ട്രിപ്പ് എനിക്ക് തരാൻ പറ. ഓ എങ്കിലൊരു കിക്ക് കിട്ടൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുന്നു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതുവിനാകെ ടെൻഷനായി. അപ്പോഴേക്കും അവിടെ നിന്ന് ഇരുന്നിടത്തുനിന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് ഏറ്റവും ഓടുകയൊക്കെ ചെയ്തു. അപ്പം അങ്ങനെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതുവിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി, ഇതിനകത്ത് രാധിക കളിച്ചിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ ഉടനെ അവിടെ എത്താം, എന്നിട്ട് നിനക്ക് എന്താ എന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. അങ്ങനെ അതൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിന്നു. അത് കഴിഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്തു. പെട്ടെന്ന് നമ്മുടെ രേഖ വന്നിട്ട് ഗീതുവിനോട് ചോദിച്ചു എന്താ പറ്റിയത്, എന്താ പ്രശ്നമെന്ന്. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പം വീട്ടിൽ അച്ഛൻ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് രേഖച്ചി, അച്ഛൻ എന്തോ പിച്ചും പേയൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പം അയ്യോ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക നമ്മുടെ രേഖ. ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ഗീതു പോകാൻ തുടങ്ങുമ്പം ഞാനിവിടെ വരണമെന്ന് ചോദിച്ചു രേഖ. വേണ്ട ഞാൻ പോയിട്ട് വന്നിട്ട് വിളിക്കാമെന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും ഗീതു അങ്ങ് പോകാനായിട്ട് റെഡി ആവാനായിട്ട് പോയി. ആ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ കാഞ്ചന വരുന്നത്. അല്ലെങ്കിൽ തന്നെ ഭദ്രമാമൻ എപ്പോഴാണ് വെളിവുണ്ടായിട്ടുള്ളതെന്ന് ചോദിച്ചു. ഗീതുവിൻ്റെ മുന്നിൽ വെച്ചത് പറഞ്ഞിരുന്നെങ്കിലേ കാഞ്ചനയ്ക്ക് വയറ് നിറച്ച് കിട്ടിയേനെന്ന് പറഞ്ഞു രേഖ. അന്നേരം അവളുടെ അച്ഛനെയും അമ്മയും പലതും പറഞ്ഞെന്നിരിക്കും, പക്ഷെ മറ്റൊരാൾ പറയുന്നതൊന്നും കേൾക്കാൻ അവൾക്ക് താല്പര്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഫോൺ വിളിച്ചത് രേഖ നീ കേട്ടില്ലേ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഫോൺ വിളിക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ കാഞ്ചന പറയുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗീതു നേരെ പോകുന്നത് രാധികയുടെ അടുത്തേക്ക്. അവിടെ ചെന്നിട്ട് അജാസ് അച്ഛനെ കൂട്ടിക്കൊണ്ട് പോയ കാര്യങ്ങൾ രാധികയോട് ചോദിക്കുകയാണ്. ഇന്നലെ രാത്രി നിങ്ങൾ എൻ്റെ അച്ഛനെ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇന്നലെ ഇവിടെ എവിടെയെങ്കിലും പോകുന്നത് നീ കണ്ടായിരുന്നോ? പോവണ്ടല്ലോ, ഇവിടെ ഇരുന്ന് നിർദ്ദേശം കൊടുത്താൽ അത് അതേപടി ചെയ്യാൻ കിങ്കരന്മാരില്ലേന്ന് ചോദിച്ചു ഗീതു. അത് കേട്ടപ്പോൾ ഞാനെന്താ കൊട്ടേഷൻ നേതാവോ എന്നും ചോദിച്ചൊരു ചിരി രാധിക. നിങ്ങളുടെ കോട്ടിട്ടൊരു ഗുണ്ടയില്ലേ അജാസ്, അയാൾ ഇന്നലെ അച്ഛനെ ഇവിടെ എത്തിച്ചിരുന്നു, എന്താ ശരിയല്ലേന്ന് ചോദിച്ചു. മക്കളുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ അവർക്ക് ജന്മം കൊടുത്തവർ തല്ലു വാങ്ങേണ്ടി വരുമെന്ന് രാധിക. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഭദ്രൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിന് ഉത്തരവാദിയൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞ് രാധിക കൈ കഴുകുക. എന്നോടുള്ള വൈരാഗ്യം നിങ്ങൾ അച്ഛനോട് തീർക്കരുതെന്നു ഗീതു പറയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ വേദനിച്ചാലേ നമുക്കും സങ്കടം വരുമെന്നുള്ള കാര്യം പറഞ്ഞപ്പം എങ്കിൽ രാധികാമ്മ ആ വേദന അറിയേണ്ടി വരുമെന്ന് നമ്മുടെ ഗീതു അങ്ങ് പറഞ്ഞു. നിങ്ങളുടെ സ്വന്തം മോൻ കൺമുന്നിൽ കിടന്ന് നിലവിളിക്കും, അതെന്നെ കൊണ്ട് ചെയ്യിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദൻ അതിലെ ഇറങ്ങി വരുന്നു. അപ്പോൾ ഗോവിന്ദൻ ഇറങ്ങി വന്നപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കും. പെട്ടെന്ന് ഗോവിന്ദൻ ഇത് ശ്രദ്ധിച്ചു. അതുകൊണ്ട് വീട്ടുകാരെ തൊട്ടുള്ള കളി അവസാനിപ്പിച്ചോളാൻ പറഞ്ഞു ഗീതു. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കരയേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദനെ കണ്ട് രാധിക ചാടി എഴുന്നേക്കുക. നീ എന്തിനാ മോളെ എന്നോട് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ച് തലക്കനം മറിഞ്ഞ് സംസാരിക്കുക. അപ്പോൾ സ്വന്തം മോളെക്കാളും കാര്യമായിട്ടല്ലേ ഞാൻ നിന്നോട് പെരുമാറിയിരുന്നത് അങ്ങനെയൊക്കെ പറയുന്നു. അതൊക്കെ കേട്ട് ഗോവിന്ദൻ വിചാരിക്കുന്ന അമ്മയ്ക്ക് സ്നേഹം കൂടുതലാണെന്നാ. ആരെ കാണിക്കാനാ ഈ അമിത അഭിനയം, ഇതൊന്ന് നിർത്താൻ പറഞ്ഞു ഗീതു. അപ്പോഴേക്കും ഗീതു എന്നും പറഞ്ഞു മേളിൽ നിന്ന് ദേ ഒരു വിളി.
ഓ അപ്പം മോനെ കാണിക്കാനുള്ള ഷോ ആയിരുന്നല്ലേ എന്ന് ചോദിച്ചു ഗീതു രാധികയോട്. അമ്മയോട് സംസാരിക്കാൻ അല്ലെങ്കിൽ അമ്മയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ മാത്രം നീ ആളായിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഗോവിന്ദനെ അങ്ങോട്ട് വരവ്. എൻ്റെ അച്ഛനെ രാത്രി മുഴുവൻ ചുറ്റിക്കറക്കി ഭ്രാന്തനെ പോലെ ആക്കി വിട്ട ഒരാളോട് ഇതിൽ കൂടുതൽ മര്യാദയ്ക്ക് സംസാരിക്കാൻ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഗീതു. നിന്റെ അച്ഛൻ കള്ളു കുടിച്ച് ഭ്രാന്ത് കാണിക്കുന്നതിന് അമ്മ എന്തിനാ കുറ്റം പറയുന്നതെന്ന് ചോദിച്ചു ഗോവിന്ദൻ. അതിന് കാരണക്കാരി രാധികാമ്മയാണെന്ന് ഗീതു പറഞ്ഞപ്പോൾ കണ്ണാ മോനെ ഇതെന്താടാ ഇവളിങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ വലിയ നല്ല വെള്ള ചമയുമ്പോൾ മറ്റെന്തിനേക്കാളും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് എൻ്റെ അമ്മയ്ക്കാണെന്നും ആ അമ്മയുടെ പ്രാധാന്യം മറ്റാർക്കും ഇല്ലെന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്കെതിരെ ശബ്ദമുയർത്താൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഗീതുവിനോട് പറയുന്നത് ഗോവിന്ദൻ. അപ്പം സത്യം അറിയാതെ സംസാരിക്കരുത്, എൻ്റെ അച്ഛൻ ഇപ്പോൾ സ്വഭാവമില്ലാത്ത അവസ്ഥയിലാണെന്ന് പറഞ്ഞപ്പോൾ മോളെ അച്ഛന് വയ്യെങ്കിൽ നീ അവിടെ പോയി ശുശ്രൂഷിക്കണം, അല്ലാതെ എന്നെ കുറ്റം പറയുകയല്ല വേണ്ടത്. അതിന് ഞാനോ കണ്ണനോ ഒന്നിനും തടസ്സമല്ല. ഓ അപ്പോൾ അതാണോ കാര്യം? നിനക്ക് വീട്ടിൽ പോകണമെങ്കിൽ പോയാൽ പോരെ, അതിനിങ്ങനൊരു സ്ക്രിപ്റ്റ് ഇവിടെ ഉണ്ടാക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഗീതു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതു പറഞ്ഞു, നിങ്ങളിപ്പോൾ എല്ലാവരെയും മനസ്സിനുള്ളിൽ പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ഉള്ളിലെ പ്രതിഷ്ഠകളെല്ലാം തച്ചുടയുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പം ഓ ആയിക്കോട്ടെ ശരി എന്ന് ഗോവിന്ദൻ. അങ്ങനെ ഗീതു അതും പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മകൻ്റെ മുന്നിൽ കിടന്ന് അഭിനയിച്ച് തകർക്കുവാണ്. അപ്പോൾ ഗീതു പറയുന്നൊന്നും അമ്മ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞപ്പം ഒന്നുമില്ലെങ്കിലും അവൾ നിൻ്റെ ഭാര്യയല്ലേ, എനിക്ക് വേണ്ടി മോൻ അവളോട് വഴക്കുണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ വക വലിയ അഭിനയവും കാര്യങ്ങളോ അത് അങ്ങനെ. അമ്മേ എൻ്റെ ഭാര്യയല്ല ആരുമല്ല ഗീതു, പിന്നെ എൻ്റെ ജീവിതത്തിൽ മറ്റാരേക്കാളും മറ്റെന്തിനേക്കാളും ഞാൻ വിലമതിക്കുന്നതും സ്ഥാനം നൽകുന്നതും അമ്മയ്ക്കാണെന്നും അമ്മയുടെ സ്നേഹത്തിനാണെന്നൊക്കെ പറഞ്ഞു. എൻ്റെ അമ്മയെ ഞാൻ ഒരിക്കലും കൈവിടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ അമ്മയെ ചേർത്ത് പിടിച്ചിട്ട് അങ്ങ് പോയി. ആ സമയത്ത് ഭയങ്കര സന്തോഷത്തിലാണ് രാധിക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒച്ചയൊക്കെ കേൾക്കുന്നതിൻ്റെ പേരിൽ ഭയങ്കര ഇറിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നു, ചെവി പൊത്തിപ്പിടിക്കുന്നു, കാറുന്നു, ചിരിക്കുന്നു, ഓടുന്നു. ഭദ്രൻ ഇനി ചെയ്യാൻ പാടില്ലാത്ത പരിപാടികളൊന്നുമില്ല. അങ്ങനെ എല്ലാം പറഞ്ഞ് പിച്ചും പേയും തന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ കണ്ട് അവരെല്ലാവരും അന്താളിച്ചിങ്ങനെ നിൽക്കുക. ഇത് എന്താ സംഭവം, ഇവർക്കാർക്കും ഒന്നും മനസ്സിലാകുന്നില്ല, ഇത് എങ്ങോട്ടാണ് കളിച്ച് പോണേന്ന് പോലും മനസ്സിലാകുന്നില്ല. വിലാസിനിക്കിട്ടും കൊടുക്കുന്നുണ്ട്, അതുപോലെ മകനിട്ടും കൊടുക്കുന്നുണ്ട്. അങ്ങനെ വല്ലാത്തൊരിതിൽ ഇങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് പ്രിയയോട് ചോദിച്ചു നമ്മുടെ അമ്മ, നിൻ്റെ അമ്മ കാരണം ഇപ്പം ഈ മനുഷ്യൻ ഇങ്ങനെ വന്നിരിക്കുന്നത്, നിന്റെ അമ്മ കാരണമാണ് ഇയാളിപ്പോൾ ഇതുപോലെ പിച്ചും പേയും പറയുന്നത്. രാധികാമ്മ പറഞ്ഞെന്നും പറഞ്ഞാൽ അജാസ് വന്ന് ഇന്നലെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയതാ, അതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോഴേക്കും ഗീതു അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അച്ഛൻ്റെ ഈ കാട്ടയൊക്കെ കണ്ട് ഗീതു ഇങ്ങനെ അല്ലാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇതെന്താ അച്ഛ പറ്റിയേ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ചെന്ന് അടുത്തിരിക്കുമ്പോൾ ഇന്നലെ രാത്രി മുതൽ പഞ്ചഭൂതങ്ങളെ എന്നെ വിടാതെ പിന്തുടരുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ പഞ്ചഭൂതങ്ങളെ എന്നൊക്കെ വിളിച്ചിങ്ങനെ നമ്മുടെ ഭദ്രൻ ഇരുന്ന് കാർച്ചയും കൂച്ചയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ വല്ലാതാവുന്നു. അപ്പോൾ എല്ലാം കൂടെ ചേർന്നൊരു ഒറ്റ കറക്കമായിരുന്നു, അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എല്ലാവരെയും വെപ്രാളം കയറ്റി എല്ലാവരെയും ടെൻഷൻ അടിപ്പിച്ച് എല്ലാവരെയും നിരാശയിലാഴ്ത്തിക്കൊണ്ട് ഭദ്രന് ഇങ്ങനെ ഒരു ദുരന്തം വന്ന് സംഭവിപ്പിച്ചിരിക്കുന്നു രാധിക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിശേഷമാണ് ഇന്നത്തെ കഥയിൽ എന്തായാലും സംഭവിച്ചിട്ടുള്ളത്. എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.